കഴുകിയെടുക്കാം. അതിൻ്റെ തണ്ടും ഇലയും പ്രത്യേകം നമുക്ക് കഴുകി ഒന്നെടുക്കാം. അപ്പൊ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. തണ്ടും ഇലയും പ്രത്യേകം എടുത്തേക്കണം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. രണ്ടും വെവ്വേറെ അരിഞ്ഞെടുക്കാം. അപ്പൊ നമുക്കിതിൻ്റെ തണ്ട് തീരെ ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. എൻ്റെ അടുത്താലേ അപ്പം തണ്ടിന് കുറച്ച് വേവ് കൂടുതലുള്ളതല്ലേ, അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അത് നമുക്ക് എൻ്റെ ഇല അരിയാം. നമുക്ക് കണ്ട ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം തണ്ട് നമുക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഇലയൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ ചീര കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വലുതായിട്ടുള്ളത് എടുക്കരുത്. കിളുന്ത് ചീര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ